This is another session on the functionality of operating system. Disk management and swap space management is a very important concept in the functionality of operating system. As we know, the disk is disk plays a pivotal role in the resources among the resources in any system. So the management of the important resource very vital for the operating system, and it makes the system very fast and effective only if the management is proper. In the case of disk, there are a lot of techniques that have been adopted by the operating system. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊരു സിസ്റ്റത്തിൻ്റെയും ഡിസ്ക് മാനേജ്മെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് ചില ആക്ടിവിറ്റീസ് അസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ലോ ലെവൽ ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഡിസ്ക് മാനേജ്മെൻറ്റ് ടൂൾ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഡിസ്കിനെ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും ഡിസ്ക് കൺട്രോളറിന് ഓരോ സെക്ടറിനെ റീഡ് ചെയ്യാനും അതിൻ്റെ ഇൻഫർമേഷൻ ഹെഡർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനും ഉള്ള ഒരു പെർമിഷൻ കൊടുക്കുന്നത് ലോ ലെവൽ ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫോർമാറ്റിംഗ് ഓഫ് ഡിസ്കിലാണ്. പലപ്പോഴും ഡിസ്കിൻ്റെ പല പ്രശ്നങ്ങളെയും വീണ്ടും നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് ഈ തരത്തിലുള്ള ഫോർമാറ്റിംഗ് റീഫോർമാറ്റിങ്ങിലൂടെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിസ്ക് മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് വേ ഓഫ് പാർട്ടീഷനിങ് ദ ഡിസ്ക് ആണ്. അത് തന്നെ പാർട്ടീഷനിങ് എന്ന് പറയുമ്പം പല സിലിണ്ടേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പാർട്ടീഷനും ഓരോ പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക. സെയിം വേ ലോജിക്കൽ ഫോർമാറ്റിംഗ് ഓൾസോ ബീൻ യൂസ്ഡ് ഫോർ പാർട്ടീഷനിങ്. അവിടെ ഒരു ഫയൽ സിസ്റ്റം ഉണ്ടാക്കാനും അതുപോലെ തന്നെ എഫിഷ്യൻസി കൂട്ടാനും നമ്മൾ ഈ പാർട്ടീഷനിങ് ടെക്നോളജി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ റോ ഡിസ്ക് ആക്സസ് ഫോർ ആപ്സ് ദാറ്റ് വാണ്ട് ടു ഡു ദെയർ ഓൺ ബ്ലോക്ക് മാനേജ്മെൻറ്റ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സഹായമില്ലാതെ തന്നെ പല ആപ്ലിക്കേഷൻസും റോ ഡിസ്ക് മാനേജ്മെൻറ്റ് കേപ്പബിലിറ്റി ഉള്ളവയാണ്. അതിന് എക്സാമ്പിളാണ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർസിൽ പലതും. അപ്പോൾ ഈ ബ്ലോക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്നു. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ചില ബ്ലോക്ക് അല്ലെങ്കിൽ ഡിവിഷൻ അല്ലെങ്കിൽ പാർട്ടീഷൻസിൻ്റെ ആവശ്യം അവിടെ വേണ്ടി വരുന്നില്ല. പിന്നെ ബൂട്ട് ബ്ലോക്ക് ഇനിഷ്യലൈസേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ബൂട്ട് സ്റ്റാപ്പിനോടൊപ്പം തന്നെ ടേബിൾ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ബൂട്ടിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിൽ ഈ ബൂട്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ടേബിളും സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇറ്റ് ഹാസ് ഓൾ ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഡിഫറെൻറ്റ് ബ്ലോക്സ് ഓഫ് യുവർ സിസ്റ്റം. You can see several partitions over here. Disk is been divided into 4 partitions here. അപ്പോൾ ഇവിടെ നടക്കുന്നത് ആ പാർട്ടീഷനിങ്ങിൻ്റെ ഡീറ്റെയിൽസും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനും സ്റ്റോർ ചെയ്യുന്ന പാർട്ടീഷൻ ടേബിൾ ഈസ് ആക്ച്വലി സ്റ്റോർഡ് ഇൻ ദ ബൂട്ട് സെക്ടർ. ബൂട്ട് കോഡിനോടൊപ്പം തന്നെ പാർട്ടീഷൻ ടേബിൾ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബൂട്ടിംഗ് പ്രോസസ്സിനകത്ത് ബൂട്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പാർട്ടീഷൻ ടേബിളിലൂടെ ലൈവായിട്ട് സിസ്റ്റത്തിലേക്ക് വരികയും ഈ ഡിസ്കിൻ്റെ പാർട്ടീഷൻസിൻ്റെ ഇൻഫർമേഷൻ സ്റ്റേബിളാക്കി നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഡിസ്ക് സ്പേസ് മാനേജ്മെൻറ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്വാപ്പ് സ്പേസ് മാനേജ്മെൻറ്റ്. സ്വാപ്പ് സ്പേസ് നമുക്കറിയാം, വെർച്വൽ മെമ്മറി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് സ്വാപ്പ് സ്പേസ് ഉപയോഗിക്കുന്നത്. ഡിസ്ക് സ്പേസിൻ്റെ തന്നെ ഒരു പാർട്ടീഷൻ എടുത്തിട്ട് അത് ഒരു മെയിൻ മെമ്മറിയുടെ എക്സ്റ്റൻഷൻ പോലെ പ്രവർത്തിക്കുന്നതാണ് വെർച്വൽ മെമ്മറി കോൺസെപ്റ്റിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി. അതുകൊണ്ട് തന്നെ ഈ എക്സ്റ്റൻഷൻ ഡിസ്ക് സ്പേസിൻ്റെ എക്സ്റ്റൻഷൻ സ്വാപ്പ് സ്പേസ് എന്നറിയപ്പെടുന്ന എക്സ്റ്റൻഷനെ ഹൗ ഇറ്റ് ഈസ് ബീൻ മാനേജ്ഡ്, വാട്ട് ആർ ദ അൽഗോരിതംസ് യൂസ്ഡ് ഫോർ മാനേജിങ് ദ സ്വാപ്പ് സ്പേസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വെർച്വൽ മെമ്മറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റം വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ സ്വാപ്പ് സ്പേസിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു സ്വാപ്പ് സ്പേസ് എന്ന് പറയുന്നത് സാധാരണ നോർമൽ ഫയൽ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം കാർവ് ചെയ്തെടുക്കുന്നത് ആകാം, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഡിസ്ക് പാർട്ടീഷൻ സ്വാപ്പ് സ്പേസിനായിട്ട് മാറ്റി വയ്ക്കുന്നതും ആകാം.
ഏത് തരത്തിലാണെങ്കിലും സ്വാപ്പ് സ്പേസ് മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. അതുപോലെ തന്നെ കേർണൽ സ്വാപ്പ് മാപ്സിനെ ഉപയോഗിച്ചിട്ടാണ് സ്വാപ്പ് സ്പേസിനെ ട്രാക്ക് ചെയ്യുന്നത്. അതായത് in which position, in which block of memory a particular data is being stored. അത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്താൽ മാത്രമേ ഈ ഡേറ്റയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫർ വളരെ സ്മൂത്തായിട്ട് സംഭവിക്കുന്നുള്ളൂ. പിന്നെ പലപ്പോഴും സ്വാപ്പ് സ്പേസ് ഔട്ട് ഓഫ് സ്വാപ്പ് സ്പേസിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാപ്പ് സ്പേസ് ഫുള്ളാവുന്ന സിറ്റുവേഷനിൽ സിസ്റ്റം വളരെ സ്ലോ ആയി മാറുന്നുണ്ട് ചില സിസ്റ്റത്തിലെങ്കിൽ. അപ്പോൾ അത്തരം സിറ്റുവേഷനെ നേരിടാനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം സജ്ജമായിട്ടിരിക്കേണ്ടതാണ്. മൾട്ടിപ്പിൾ സ്വാപ്പ് സ്പേസ് ചില സിസ്റ്റത്തിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ഒരു സ്വാപ്പ് സ്പേസ് ഫില്ലായാലും നമ്മൾ അടുത്ത സ്വാപ്പ് സ്പേസ് ഉപയോഗിക്കുന്നു എന്നൊരു കോൺസെപ്റ്റും ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. ലിനക്സ് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ലിനക്സ് സിസ്റ്റത്തിലെ ഡേറ്റ സ്ട്രക്ചർ സ്വാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡേറ്റ സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. സ്വാപ്പ് ഏരിയ തന്നെ ഡിഫറെൻറ്റ് പേജസ് ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ പേജ് സ്ലോട്ട് എന്നാണ് ഈ പറയാം. സ്വാപ്പ് ഫയലാണ് ഓരോ പേജ് സ്ലോട്ടിലും സ്റ്റോർഡായി വരുന്നത്. ഓരോ ആ സ്വാപ്പ് ഏരിയയ്ക്ക് ഒരു മാപ്പ് ടേബിൾ കൂടെ മെയിൻറ്റെയിൻ ചെയ്തായിട്ട് കാണാൻ പറ്റും. അപ്പോൾ where it is being represented, if the bit is 0 means it is free. This swap slot is free, and again this is also free, and some are used by some swap file partitions that is been represented over here. ഇതുകൂടാതെ ഒരുപാട് ഡിസ്ക് മാനേജ്മെൻറ്റ് ടെക്നിക്കും സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ചിലതാണ് നമ്മളിവിടെ കാണുന്നത്. റെയ്ഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക് മാനേജ്മെൻറ്റ് ടെക്നിക്കായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. റിഡൻഡൻറ്റ് അറേ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡിസ്ക്. റിഡൻഡൻറ്റ് അറേ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡിസ്ക് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് ഡിസ്ക് എന്ന് വെച്ചാൽ you have more than one disk loaded in your system, and all this disk put together makes an array. അതുകൊണ്ട് തന്നെ റൈറ്റിംഗ് അല്ലെങ്കിൽ റീഡിങ് പാരലലായിട്ട് ഈ ഡിസ്കിൽ നിന്നും ഒരേ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് മേക്സ് ദ സിസ്റ്റം റൺസ് ഫാസ്റ്റർ വെൻ റീഡിങ് ഓർ റൈറ്റിംഗ് ഇൻ ടു ദ ഡിസ്ക്. സോ റെയ്ഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആസ് ഫാർ ആസ് സ്വാപ്പ് സ്പേസ് ഓർ ഡിസ്ക് മാനേജ്മെൻറ്റ് ഈസ് ബീൻ കൺസിഡേർഡ്. റെയ്ഡ് തന്നെ പല ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം റെയ്ഡ് 0, റെയ്ഡ് 1, റെയ്ഡ് 2 തുടങ്ങി റെയ്ഡ് 5, 6 എന്ന് പറയുന്ന പല ലെവലിൽ ഉള്ള റിഡൻഡൻറ്റ് അറേ ആയിട്ടാണ് ഈ ഇൻഡിപെൻഡൻറ്റ് ഡിസ്കിനെ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാരലൽ വേ ഓഫ് റൈറ്റിംഗ് ഓർ റീഡിംഗ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. ഇതുകൂടാതെ ഡിസ്ക് മാനേജ്മെൻറ്റ് ടെക്നിക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു പരിപാടി എന്ന് പറയുന്നത് ടെറിഷറി സ്റ്റോറേജ് ഡിവൈസസ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഹാർഡ് ഡിസ്കിന് പുറമെ നിങ്ങൾക്ക് ഈ പറയുന്ന ടെറിഷറി സ്റ്റോറേജ് ഡിവൈസസും സിസ്റ്റത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ടെറിഷറി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത് ചില കേസിൽ റിമൂവബിൾ ഡിസ്ക് ആകാം, അതായത് CD-ROMs, USBs, worms, റൈറ്റ് ഓൺലി റീഡ് മെനി ടൈംസ് ഡിസ്ക് ആകാം. അപ്പോൾ എക്സ്ട്രാ സ്റ്റോറേജ് ഡിവൈസസ് കൂടെ കണ്ടെത്തി സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് അതിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു. പല കേസുകളിലും നമ്മൾ ബാക്കപ്പ് സ്റ്റോറേജ് ഡിവൈസായിട്ട് ടേപ്സും ടെറിഷറി സ്റ്റോറേജ് ഡിവൈസിൻ്റെ കീഴിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എനിവേ മറ്റ് ഡിസ്കുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനാലിറ്റി ആണ്. ഡിസ്ക് മാനേജ്മെൻറ്റ്, ഡിസ്കിൻ്റെ പാർട്ടീഷനിങ് തുടങ്ങി ബൂട്ടിംഗ് സമയത്ത് ചെയ്യുന്ന ടെക്നോളജി, അതോടൊപ്പം തന്നെ മറ്റു ഡിസ്കുകളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതും ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാലിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം തന്നെ സ്വാപ്പ് സ്പേസിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, പ്രത്യേകിച്ചും വിർച്വൽ മെമ്മറി കോൺസെപ്റ്റ് വളരെയധികം യൂസ്ഫുൾ ആകുന്ന മിക്ക ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും സ്വാപ്പ് സ്പേസിൻ്റെ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് കൂടെ ഈ വിർച്വൽ മെമ്മറി കോൺസെപ്റ്റിനോട് ഒപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. താങ്ക് യു.